ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवम्। ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു. ശ്രീമദ് ഭാഗവതം 8-ാമത്തെ അധ്യായം വരെ ആയി. 8-ാമത്തെ അധ്യായം വരെ ആയി എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഭഗവാന്റെ മഹാകാരുണ്യമാണ്. കുന്തി മഹാറാണിയുടെ സ്തുതിയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞു വരുന്ന അധ്യായം ഭീഷ്മസ്തുതിയാണ്. വളരെ മനോഹരമായിട്ടുള്ള സെക്ഷൻസാണ് ഇതെല്ലാം. ഇപ്പോൾ ശ്ലോകം നമ്പർ 5 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭു എടുത്തായിരുന്നു. 6-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 5-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഇനി ഈ ഒരു ശ്ലോകം മുതൽ 6-ാമത്തെ ശ്ലോകം മുതൽ പരീക്ഷിത്ത് മഹാരാജാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിക്കുന്നത്, ആ ഒരു ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ള ഗർഭപാത്രത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ഉണ്ടായിരുന്ന സമയത്ത് അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രം വരുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിക്കുന്നു. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അജാതശത്രു എന്നാണ് യുധിഷ്ഠിര മഹാരാജാവിനെ അഭിസംബോധന ചെയ്യുന്നത്. അജാതശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രു ഇല്ലാത്ത വ്യക്തി. യുധിഷ്ഠിര മഹാരാജാവ് ശുദ്ധഭക്തനാണ്, ഭഗവാന്റെ വളരെ അടുത്ത പാർഷദനാണ്, ഭക്തനാണ്. അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല, ഒരിക്കലും അദ്ദേഹത്തിന് ശത്രുക്കളില്ല. അങ്ങനെയുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ സാധിക്കുമോ? യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ ആരും ഉണ്ടാവില്ല. അജാതശത്രു എന്ന് ഭാഗവതം യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത്. ഒരു ശത്രുക്കളും ഇല്ല എന്ന് പറയുന്നത് ആരോടും അദ്ദേഹത്തിന് വിരോധവുമില്ല, വെറുപ്പുമില്ല, ഒന്നുമില്ല.
ശത്രുക്കളില്ല എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഇടയിലാണെങ്കിലും ചെറിയ വാക്ക് തർക്കങ്ങൾ, ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ മതി ശത്രുത വരാൻ വേണ്ടിയിട്ട്. യുധിഷ്ഠിര മഹാരാജാവിന് അങ്ങനത്തെ സൗന്ദര്യപ്പിണക്കങ്ങളോ ചെറിയ വാക്ക് തർക്കങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അതെല്ലാം. ചെറിയ കാര്യങ്ങൾ, ചെറിയ രീതിയിൽ പോലും ആളുകളോട് വിരോധം അദ്ദേഹത്തിന് തോന്നാറില്ല. അപ്പം അങ്ങനെയുള്ളൊരു രാജാവ്, അങ്ങനെയുള്ളൊരു വ്യക്തി ലോകം മുഴുവനും ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ അജാത ശത്രുവായിട്ടുള്ള ഒരു ഭഗവാന്റെ പരമഭക്തൻ ഭരണത്തിൽ വരുമ്പോൾ, ലോകം മുഴുവൻ ഭരിക്കുമ്പോൾ എന്തായിരിക്കും ആ ലോകത്തിലെ, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ, രാജ്യമല്ല ലോകം മുഴുവനും അദ്ദേഹം ഭരിച്ചിരുന്നു. ആളുകളുടെ ആ എല്ലാവിധ പ്രജകളുടെയും ആ ഒരു അവസ്ഥ, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ. ഇപ്പോഴത്തെ കാലത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അത്രയും സന്തോഷമായിരുന്നു എല്ലാവർക്കും. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും എല്ലാവർക്കും വളരെയധികം സന്തോഷവും സമാധാനവുമായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത്. അങ്ങനെ അതിനുശേഷം പരീക്ഷിത്ത് മഹാരാജാവും ഭരിക്കുന്ന സമയത്തും അതേപോലെ തന്നെയായിരുന്നു. കാര്യം ഇവരൊക്കെ രാജഋഷികളാണ്. രാജാവ് എന്ന് മാത്രമല്ല അവരെ വിളിക്കുന്നത്, രാജഋഷി എന്ന് വിളിക്കും. കാര്യം ഋഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവർ സാധാരണ വ്യക്തികളല്ല, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ, അങ്ങനെയുള്ള രാജാവും കൂടിയാണ്. ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാലും ശുദ്ധ ഭക്തനുമാണ്. അതുകൊണ്ട് ലോകത്തിലെ, അല്ലെങ്കിൽ എല്ലാ പ്രജകൾക്കും അവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. ഭൂമിദേവി എല്ലാം വാരിക്കോരി കൊടുക്കുമായിരുന്നു. ഒന്നും ക്ഷാമമില്ലാത്തൊരു സമയം. എല്ലാം സുലഭം. അതായത് സുലഭം എന്ന് പറയുന്നത് ഭാഗവത്തിൽ വർണ്ണിക്കുന്നുണ്ട്, ആവശ്യത്തിനേക്കാൾ കൂടുതലായിരുന്നു എന്ന് പറയുന്നത്. അതായത് പശുക്കളൊക്കെ പാല് ആവശ്യത്തിനേക്കാൾ കൂടുതൽ തരുമായിരുന്നു. ചെടികളും മരങ്ങളൊക്കെ പഴങ്ങൾ ആവശ്യത്തിനേക്കാൾ കൂടുതൽ തരുമായിരുന്നു. മഴ ആവശ്യത്തിന്, ചൂട് ആവശ്യത്തിന്, എല്ലാം കൊണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയം. അപ്പോൾ അതാണ്, നല്ല ഭരണാധികാരികളൊക്കെ വരുമ്പോൾ, ഭക്തരായിട്ടുള്ളവർ വരുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും പ്രജകൾക്കും ഉണ്ടാവും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണും ഇനി പൃഥു മഹാരാജൻ്റെ ആ ഒരു ലീല പറയുന്ന സമയത്ത് അവിടെ രാജാവ് വേണ എന്ന് പറയുന്നൊരു രാജാവ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതായത് പൃഥു മഹാരാജാവിൻ്റെ അച്ഛനാണ് വേണ. അപ്പോൾ വേണ ദുഷ്ടനായിരുന്നു, ആസുരിക സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എല്ലാവർക്കും പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവിധ വർണ്ണാശ്രമധർമ്മങ്ങളും അദ്ദേഹം നശിപ്പിച്ചു. ഒരു ബ്രാഹ്മണനും ഒരു സാധുവിനും അല്ലെങ്കിൽ ആർക്കും യജ്ഞങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ എല്ലാ യജ്ഞങ്ങളും അദ്ദേഹം നിർത്തിപ്പിച്ചു. അതേപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ആരെങ്കിലുമായിട്ട് ചെറിയൊരു പിണക്കം വന്നാൽ അവരെ കൊല്ലുമായിരുന്നു. അങ്ങനെ ആളുകൾക്ക് ശല്യം സഹിക്കാതെ ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു വേണ ഭരിക്കുന്ന സമയത്ത്, മഹാരാജ വേണ ഭരിക്കുന്ന സമയത്ത്. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ആളുകൾക്ക് മതിയായി, ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പ്രജകൾ വരെ ചിന്തിക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത്രമാത്രം മോശമായിട്ടുള്ളൊരവസ്ഥയിലാവുമ്പോഴാണല്ലോ അങ്ങനെ ചിന്തിക്കുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത്രയും സന്തോഷവും സമാധാനമായിരുന്നു. നമുക്ക് ശ്ലോകം നമ്പർ 6 പോവാം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 8 ശ്ലോകം നമ്പർ 6.
യജായിത്വാശ്വമേധസ്ത്വം ത്രിഭിരുത്തമകൽപകേ തദ്യശാ പാവനം ദിക്ഷു ശതമന്യോർ ഇവാതനോത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാജയിത്വാ സമേതൈസ്തം ത്രിപുരത്തമകൽപകൈ തദ്യശ പാവനം ദിക്ഷു ശതമന്യോരിവാദനോത്. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ 3 അശ്വമേധ യജ്ഞങ്ങൾ ഉചിതമായി നിർവഹിച്ചു. അപ്രകാരം അദ്ദേഹത്തിന്റെ പാവനമായ യശസ്സ് ഇത്തരം 100 യജ്ഞങ്ങൾ നടത്തിയ ഇന്ദ്രന്റെ എന്ന പോലെ സർവ്വ ദിക്കുകളിലും വ്യാപിച്ചു. ഭാവാർത്ഥം: മഹാരാജാവ് യുധിഷ്ഠിരനാൽ അനുഷ്ഠിക്കപ്പെട്ട അശ്വമേധ യജ്ഞത്തിന്റെ അവതാരിക പോലെ ഇവിടെ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മഹാരാജാവ് യുധിഷ്ഠിരനെ സ്വർഗാധിപതിയുമായി സാമ്യപ്പെടുത്തിയിരിക്കുന്നത് പ്രാധാന്യം അർഹിക്കുന്നു. ധനസമൃദ്ധിയിൽ സ്വർഗരാജൻ യുധിഷ്ഠിരനേക്കാൾ 1000 മടങ്ങ് മഹനീയനാണ്. എങ്കിൽ തന്നെയും യുധിഷ്ഠിര മഹാരാജാവിന്റെ യശസ്സ് ഒട്ടും കുറവായിരുന്നില്ല. കാരണം എന്തെന്നാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭഗവാന്റെ ശുദ്ധഭക്തനാകുന്നു. ആകയാൽ ഭഗവത് കൃപയാൽ വെറും 3 അശ്വമേധ യജ്ഞങ്ങൾ മാത്രമേ അനുഷ്ഠിച്ചിട്ടുള്ളൂവെങ്കിലും 100 അശ്വമേധ യജ്ഞം അനുഷ്ഠിച്ച സ്വർഗാധിപതിയുടെ സമാന പദവിയിലാകുന്നു യുധിഷ്ഠിര രാജൻ. ഭഗവത് ഭക്തന്റെ വിശേഷാധികാരമാണത്. ഭഗവാൻ ഏവരോടും സമാനനാണ്. എന്നാൽ ഭഗവത് ഭക്തൻ സർവശ്രേഷ്ഠനുമായി നിരന്തര സമ്പർക്കത്തിലായതിനാൽ അദ്ദേഹം അതിരേകമായി വാഴ്ത്തപ്പെടുന്നു. സൂര്യരശ്മികൾ എല്ലായിടവും തുല്യമായി വ്യാപിക്കുന്നുവെങ്കിൽ തന്നെയും സദാ അന്ധകാരം നിറഞ്ഞ പ്രദേശങ്ങളും കാണപ്പെടുന്നു. ഇതിന് ഹേതു സൂര്യദേവനല്ല, എന്നാൽ സ്വീകാര്യക്ഷമതയെ ആശ്രയിച്ചാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. അതേപോലെ എപ്പോഴും ഏവർക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഭഗവത് കൃപ 100% ശുദ്ധഭക്തരായുള്ളവർക്ക് പരിപൂരിതമായി ലഭിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം ശീലപ്രഭാജി തന്നിരിക്കുന്നു. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നു അശ്വമേധ യജ്ഞം ചെയ്യുവാൻ. അശ്വമേധ യജ്ഞം സാധാരണ പറയുന്നത് 100 അശ്വമേധ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രദേവൻ്റെ പദവി കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ 3 അശ്വമേധ യജ്ഞമേ ചെയ്തിട്ടുള്ളൂ യുധിഷ്ഠിര മഹാരാജ്. പക്ഷേ നോക്കുവാണെങ്കിൽ ഇന്ദ്രനേക്കാൾ കൂടുതൽ അദ്ദേഹം ഫേമസ് ആയി. ഇന്ദ്രനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഇന്ദ്രനെ പോലെ അത്രമാത്രം 100 അശ്വമേധ യജ്ഞം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഐശ്വര്യങ്ങൾ അതെല്ലാം ഇദ്ദേഹം വെറും 3 അശ്വമേധ യജ്ഞം കൊണ്ടേ അദ്ദേഹത്തിന് അത് നേടാൻ സാധിച്ചു. അതാണ് പറയുന്നത് ഇവിടെ. അദ്ദേഹത്തിൻ്റെ യശസ്, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ യശസ് ലോകം മുഴുവനുമല്ല, ഉപരിലോകങ്ങളിലും എല്ലായിടത്തും അത് ഈ ഒരു വാർത്ത പടർന്നിരുന്നു. അത്രമാത്രം യശസ്സായിരുന്നു യുധിഷ്ഠിര മഹാരാജനുണ്ടായിരുന്നത്. 100 അശ്വമേധ യജ്ഞം ചെയ്യുന്നതിന് തുല്യം പോലെയാണ് അദ്ദേഹത്തിന് 3 അശ്വമേധ യജ്ഞം ചെയ്തപ്പോഴേ കിട്ടിയെന്ന് പറയുന്നത്. അതാണ് ഇവിടെ ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നത്. എന്തുകൊണ്ടിത് സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധിക്കുന്നു? അദ്ദേഹം 100 അശ്വമേധ യജ്ഞം ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് യുധിഷ്ഠിര മഹാരാജൻ്റെ യശസ് ഇന്ദ്രനെ പോലെ, അല്ലെങ്കിൽ ഇന്ദ്രനേക്കാൾ മുകളിലായിട്ട് യശസ് പടർന്നിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ആ യശസ് ലോകമെമ്പാടും ഉപരിലോകങ്ങളിലും താഴെയുള്ള ലോകങ്ങളിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന് കാരണം പറയുന്നു. കാരണം യുധിഷ്ഠിര മഹാരാജ് ശുദ്ധഭക്തനാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ശുദ്ധഭക്തൻ എന്ന് എഴുതിയിട്ടുള്ളത്. പരിശുദ്ധ ഭക്തനാണ് മഹാരാജ യുധിഷ്ഠിര. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെറും 3 യജ്ഞം കൊണ്ടേ അദ്ദേഹം ഫേമസ് ആയി. ഇതെല്ലാം ഭഗവാന്റെ കയ്യിലാണ് ഉള്ളത് അല്ലേ? ആരെ ഫേമസ് ആക്കണം, ആരെ ഫേമസ് ആക്കണ്ട എന്നുള്ളതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ വേറെ ആളില്ല. അജാതശത്രു
ഒരിക്കലും കളവ് പറയില്ല, നുണ പറയില്ല, സത്യസന്ധനായിട്ടുള്ള മഹാരാജ് യുധിഷ്ഠിര. അങ്ങനെയുള്ളൊരു വ്യക്തി, ഭഗവാന്റെ ശുദ്ധഭക്തൻ. അങ്ങനെയുള്ള വ്യക്തിക്ക് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുമല്ലോ, തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹം രാജാവാണ്. അപ്പോൾ രാജാവായിരിക്കുന്ന ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നെ കൊടുത്തു. അതാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ ധനികനാവാൻ പറ്റുമെന്നല്ല പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് ഒരു ചക്രവർത്തിയായിരുന്നു, ഒരു രാജാവായിരുന്നു. രാജാവിന് ധനം വേണം, ശക്തി വേണം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യശസ് വേണം. അങ്ങനെ രാജാവാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണം, പല പല ഐശ്വര്യങ്ങളും അത്യാവശ്യമാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് അതെല്ലാം ഭഗവാൻ കൊടുത്തു. കാര്യം എന്താണ്? അദ്ദേഹം ശുദ്ധഭക്തനാണ്. ഈ ഐശ്വര്യങ്ങളും ഈ യശസ്സും ഈ ധനവും ഒന്നും ദുർവിനിയോഗം ചെയ്യില്ല എന്നറിയാം. ഭഗവാന്റെ ശുദ്ധഭക്തൻ എല്ലാം ഭഗവാന്റെ സേവനങ്ങളിലേ ഉപയോഗിക്കുള്ളൂ, അല്ലേ? അതേപോലെ യുധിഷ്ഠിര മഹാരാജാവ് ശുദ്ധഭക്തനായതുകൊണ്ട് ഭഗവാന് അദ്ദേഹത്തിന് എന്ത് ഐശ്വര്യം കൊടുത്താലും അതൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ അതൊന്നും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭക്തിയെ ബാധിക്കുന്നില്ല. അതൊന്നും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭക്തിയെ ബാധിക്കില്ല എന്നറിയാം. നേരെ മറിച്ച് വേറെ സാധാരണ ഒരു വ്യക്തിക്കാണ് എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ അതോടുകൂടി കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭക്തിയെല്ലാം പോകുന്നു, അല്ലേ? നമ്മളെപ്പോലുള്ളവർക്ക്, നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ഒരുപാട് പൈസ കയ്യിൽ വന്നു, അല്ല ഒരുപാട് യശസ്സായി, ഫേമസ് ആയി, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പതിയെ പതിയെ ചിലപ്പോൾ നമ്മൾ ഭഗവാനെ മറക്കും. എന്നാൽ മഹാരാജ് യുധിഷ്ഠിര അങ്ങനെയല്ല. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് എല്ലാം കൊടുത്തു. കാര്യം ആ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അത് അത്യാവശ്യമാണ്. രാജാവായിട്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വേണം, അല്ലേ? അതിൻ്റേതായിട്ടുള്ള പവർ വേണം, അതിൻ്റേതായിട്ടുള്ള യശസ് വേണം, അത്യാവശ്യമാണത്. അതുകൊണ്ട് ഭഗവാൻ എല്ലാം കൊടുത്തു. വെറും 3 അശ്വമേധ യജ്ഞത്തിന് 100 അശ്വമേധ യജ്ഞത്തിൻ്റെ ശക്തിയാണ് ഉണ്ടായിരുന്നത് ഇദ്ദേഹം ചെയ്തപ്പോൾ. അതുകൊണ്ട് ശിലപ്രഭാജി എടുത്തു പറയുന്നു, ഇത് ശുദ്ധ ഭക്തരുടെ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ ഭക്തരുടെ കാര്യം ഭഗവാൻ നോക്കും. സമൂഹം സർവഭൂതേഷു ഇവിടെ പറയുന്നു, ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ ആണ്, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. പക്ഷേ ഭഗവാന്റെ ശുദ്ധഭക്തരോട് ഭഗവാന് സ്നേഹം കൂടുതലുണ്ട്, ഒരു മമത കൂടുതലുണ്ട്. എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവും, അതിൽ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടി, വളരെ അനുസരണയോടുകൂടി എപ്പോഴും ടീച്ചർ പറയുന്ന കേൾക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയോട് തീർച്ചയായിട്ടും ഒരു മമത കൂടുതലുണ്ടാവും ടീച്ചർക്ക്. അത് പക്ഷാഭേദമായിട്ടല്ല, ആ അനുസരണാശീലം കൊണ്ടും അങ്ങനെയുള്ള നല്ല നല്ല സ്വഭാവമായതുകൊണ്ടും. അതേ സമയത്ത് പഠിക്കാത്ത കുട്ടികളെ ടീച്ചർ നോക്കില്ല എന്നല്ല, അവരെയും പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും ഭഗവാൻ ഒരേപോലെയാണ്. പക്ഷേ യഥാമാം പ്രപത്യന്തേ താം തദൈവ ഭജാമ്യഹം. എങ്ങനെയാണോ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുന്നത്, അതനുസരിച്ചിട്ടാണ് ഇങ്ങോട്ടും ഭഗവാൻ അടുക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഭഗവാൻ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം തരുന്നുണ്ട്. അതായത് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, നാമം ജപിക്കുന്നില്ല എന്ന് വയ്ക്കൂ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വായു തരുന്നുണ്ട്, വെള്ളം തരുന്നുണ്ട്, പച്ചക്കറികൾ തരുന്നുണ്ട്, കഴിക്കാനുള്ള ഭക്ഷണം തരുന്നുണ്ട്, വെളിച്ചം തരുന്നില്ലേ ഇതെല്ലാം? നിരീശ്വരവാദികൾക്കും നാസ്തികർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഭഗവാൻ. പക്ഷേ ഭക്തർക്ക് കൂടുതൽ അദ്ദേഹം ഐശ്വര്യങ്ങൾ കൊടുക്കുമെന്നുള്ളതല്ല, ആ ഭക്തന് എന്താണോ ആവശ്യം അത് കൊടുക്കും. അങ്ങനെ ആ ഭക്തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്യും. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് രാജാവായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം അതൊക്കെ സ്വീകരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്. അതാണ് ഇവിടെ നല്ലൊരു ഉദാഹരണം ശിലപ്രഭാജി പറയുന്നു. സൂര്യപ്രകാശം, സൂര്യൻ എല്ലായിടത്തും, അല്ലേ? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും സൂര്യപ്രകാശം എത്തുന്നു. പക്ഷെ ചില സ്ഥലങ്ങൾ അപ്പോഴും അന്ധകാരത്തിലിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തൊരവസ്ഥ. അതിൻ്റെ അർത്ഥം സൂര്യൻ ഇല്ല എന്നാണോ? അല്ല, സൂര്യനുണ്ട്.
പക്ഷെ ആ സ്ഥലത്തിന് സൂര്യപ്രകാശത്തെ സ്വീകരിക്കാനുള്ള കഴിവില്ലാത്തൊരു സ്ഥലമാണെന്ന് വെക്കുക. അവിടെ ഈ സൂര്യപ്രകാശത്തിന് എത്താൻ സാധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. സൂര്യൻ ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നം, ആ സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്. അതേപോലെ ഭഗവാന്റെ മഹാകാരുണ്യം എല്ലാവർക്കും ഉണ്ട്. ഭഗവാന്റെ സ്നേഹം എല്ലാവരുടെ മുകളിലും ഉണ്ട്. മഹാകാരുണ്യം അദ്ദേഹം എല്ലാവർക്കും ഒരേപോലെ ചൊരിയുന്നു. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഒരേപോലെ, എല്ലാവരുടെ കയ്യിലുള്ള പാത്രം ഒന്നല്ല, അതാണ് പ്രശ്നം. ഓരോരുത്തരുടെ കയ്യിലുള്ള പാത്രം വ്യത്യാസമുണ്ട്. ചിലവരുടെ പാത്രം വലിയ പാത്രമായിരിക്കും, അപ്പോൾ കാരുണ്യം വരുമ്പോൾ അത് സ്വീകരിച്ച് വെക്കും. ചില പാത്രങ്ങൾക്ക് ഓട്ടയുണ്ടാവും, ഹോൾസ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അത് ആ വഴിക്ക് പോവും. അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ പാത്രം നല്ല പാത്രമായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ നല്ല കുട്ടികളായാൽ നമുക്ക് ആ കാരുണ്യമൊക്കെ സ്വീകരിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നു. അപ്പം അത് ഭക്തർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ അതാണ് അവസാനത്തെ വരിയിൽ ശ്രീല പ്രഭുപാദി പറയുന്നത്. ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക്, അതായത് 100% ഭക്തരായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ മഹാകാരുണ്യം പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് 100% ഉറപ്പാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും. ഭഗവാന്റെ കാരുണ്യം പലതരത്തിലായിരിക്കും. നമ്മൾ നമ്മുടെ കണക്കുകൂട്ടൽ പോലെ ആയിരിക്കണം എന്നില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ഒരുപാട് സുഖ സൗകര്യങ്ങൾ തരുമ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ വിചാരിക്കും. സുഖസൗകര്യങ്ങൾ നമ്മുടെ ഭക്തിയെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സുഖസൗകര്യങ്ങൾ നമുക്ക് ഭഗവാൻ തരുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും. ആ പൈസ കൊണ്ടോ ആ സുഖസൗകര്യങ്ങൾ കൊണ്ടോ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് കുറഞ്ഞു, അല്ലെങ്കിൽ ഭക്തിയിൽ കോട്ടം സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താണ് കാര്യം? പിന്നെ ആ സുഖസൗകര്യങ്ങൾ കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് പലപ്പോഴും ഭഗവാൻ ഒരു നല്ല മാതാപിതാക്കൾ എങ്ങനെയാണോ കുട്ടികളുടെ ആരോഗ്യം നോക്കുന്നത്, കുട്ടികൾക്ക് അസുഖമുള്ള സമയത്ത് ആവശ്യമില്ലാത്ത ഭക്ഷണമൊന്നും അവർ കഴിക്കാൻ വാശി പിടിച്ചാലും കൊടുക്കില്ല, ശരിയല്ലേ? കുട്ടികൾ കരയും, പക്ഷേ അച്ഛനും അമ്മയും അത് കൊടുക്കണമെന്നില്ല. കാര്യം കുട്ടിയുടെ ആരോഗ്യം ഓൾറെഡി വയ്യാതിരിക്കുന്ന കുട്ടിയാണ്. അപ്പം ആ കുട്ടിയുടെ ആരോഗ്യം നോക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. കുട്ടി കരഞ്ഞുകൊണ്ട് കാര്യമില്ല, അല്ലേ? വേണ്ടാത്ത സാധനം വേണമെന്ന് പറഞ്ഞ് കരയുകയാണെങ്കിൽ കൊടുക്കില്ല, ഒരു അച്ഛനും അമ്മയും കൊടുക്കില്ല. അതേപോലെ നമ്മൾ കരഞ്ഞ് വിളിക്കുകയാണ്, അല്ലെങ്കിൽ കരഞ്ഞ് ഭഗവാനോട് ചോദിക്കുകയാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭഗവാൻ വിചാരിക്കും, എന്തിനാണ് ഇത് ചോദിക്കുന്നത്? കാര്യം ഇത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇവിടെ പ്രശ്നമാവുകയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ഈ ലോകത്ത് നമ്മളെ ഇവിടെ നിലനിർത്തുകയുള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടാനല്ലേ എല്ലാവരും നോക്കേണ്ടത്, അതിന് പകരം ഇതൊക്കെയാണോ ചോദിക്കുന്നത് എന്നാണ് ഭഗവാൻ ആലോചിക്കുക. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഉള്ളതുപോലും ഭഗവാൻ എടുക്കുമായിരിക്കും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യും നമ്മൾ ആ സാഹചര്യത്തിലും ഭഗവാനെ വിളിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ആ പൂർണ്ണമായിട്ടുള്ള മുഴുവനും ആ മഹാകാരുണ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം പല തരത്തിലായിരിക്കും വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. അത് മെച്യൂറായിട്ടുള്ള ഭക്തർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് സാഹചര്യവും ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യം ലൈഫിൽ വരുന്നു അതെല്ലാം മനസ്സിലാക്കുക, അതെല്ലാം ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് എന്നുള്ളത്. ഓരോ സാഹചര്യവും ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ശരിയാക്കി തരുന്ന, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരവസരമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഏതൊരു സാഹചര്യമാണെങ്കിലും നല്ലത് ചീത്ത എന്നുള്ള വ്യത്യാസമില്ല. ചീത്ത കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ ആധ്യാത്മിക തലത്തിൽ നമുക്കത് നല്ലതായിരിക്കാം ഒരു പക്ഷേ. അതാണ്. അപ്പം നമ്മൾ നല്ലത് ചീത്ത എന്ന് അല്ലെങ്കിൽ വിവേചിച്ച് കാണുന്നത്, അല്ലെങ്കിൽ വേറെ ആയിട്ട് കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ക്രൈറ്റീരിയ ഒന്നേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും, ഭൗതികമായിട്ട് നേട്ടമാണെങ്കിലും ഭൗതികമായിട്ട് നഷ്ടമാണെങ്കിലും, ഈ കാര്യം നഷ്ടമാണെങ്കിലും നേട്ടമാണെങ്കിലും
ഇത് എന്നെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. എന്നെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നുണ്ടോ? അത് നല്ലതല്ല, അപകടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, 7ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ആമന്ത്രിയ പാണ്ഡുപുത്രാംശ്ച ശൈനേ യോധവ സംയുതഃ ദ്വൈപായനാദിഭിർവിപ്രേ പൂജിതേ പ്രതിപൂജിതഃ. വായിക്കൂ. ആമന്ത്രേ ഹരേ കൃഷ്ണ. ആമന്ത്രേ പാണ്ഡുപുത്രാം ച ശൈനേ യോധവ സംയുതഃ ദ്വൈവായനാദിഭിർവിപ്രൈ പൂജിതൈ പ്രതിപൂജിതഃ. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല വ്യാസദേവന്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണരാൽ പൂജിക്കപ്പെട്ട ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡുപുത്രരെ സ്വീകരിച്ച് ആദരിക്കുകയും അന്യോന്യം പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം പുറപ്പെടാനൊരുങ്ങുകയും ചെയ്തു. ഭാവാർത്ഥം: പ്രത്യക്ഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷത്രിയനാകയാൽ ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടേണ്ടതായിട്ടില്ല. എന്നാൽ ശ്രീല വ്യാസദേവന്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണരെല്ലാവരും ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി അറിയുന്നു. ആകയാൽ അവർ ഭഗവാനെ ആരാധിച്ചു. ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണ കൽപ്പനകളെ അനുസരിക്കണമെന്ന സാമൂഹ്യ വ്യവസ്ഥ ഉള്ളതിനാൽ ഭഗവാനും അവരെ തിരിച്ച് പ്രണമിച്ചു. ഉത്തരവാദപ്പെട്ട എല്ലാ 4 വർണ്ണങ്ങളിൽ നിന്നും യഥോചിതമായ ആദരവ് ശ്രീകൃഷ്ണ ഭഗവാന് ലഭിച്ചിരുന്നുവെങ്കിലും സമൂഹത്തിലെ 4 വർണ്ണാശ്രമധർമ്മങ്ങളുടെയും ആചാരമര്യാദകളിൽ നിന്നും ഭഗവാൻ ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല. ഭാവിയിൽ സർവ്വജനങ്ങളും ഭഗവാനെ പിന്തുടരാനായി ഈ എല്ലാവിധ സാമൂഹ്യ ആചാര്യങ്ങളെയും ഭഗവാൻ ആസൂത്രണം ചെയ്തതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാമം. പ്രണാമം. ഇവിടെ പറയുന്നു, ഭഗവാൻ അങ്ങനെ ആദ്യം ഭഗവാന് യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ 8ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഒരുങ്ങുകയാണ് പോവാൻ. ഇനി ഇതിന് ശേഷം ഭഗവാൻ പോവില്ല, കുറച്ചു കാലം കൂടെ ഇവിടെ നിൽക്കും. അതിനുശേഷം ഇനി 10ാമത്തെ അധ്യായത്തിലാണ് തിരിച്ചു പോകുന്നത് അദ്ദേഹം. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം പോകാൻ നോക്കുവാണ്, പക്ഷേ പോയില്ല. അതിന് കാരണങ്ങളുണ്ട് അല്ലേ, നമ്മളത് കാണും ഇനി ഈ 2 അധ്യായങ്ങളിൽ. അപ്പോൾ ഇവിടെ ഭഗവാൻ തയ്യാറായിരിക്കുന്നതാണ് തിരിച്ചു പോകാൻ വേണ്ടി ദ്വാരകയിലേക്ക്. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ച് അദ്ദേഹം പോകാൻ നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ പറയുന്നു, ബ്രാഹ്മണരെല്ലാവരും ഭഗവാനെ ആരാധിച്ചു ആ സമയത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാസദേവൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ വ്യാസദേവൻ ആണ് അവിടെയുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നത്. അതേപോലെ വ്യാസദേവനെ പോലെ ഒരുപാട് വേറെ ബ്രാഹ്മണരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഭഗവാനെ വേണ്ട രീതിയിലെല്ലാം ആരാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ച് അവർക്കെല്ലാവർക്കും ഭഗവാനും തിരിച്ചും അവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. അപ്പോൾ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചു അല്ലേ. ഈ ഒരു ലീലയിൽ നമുക്കറിയാം ഭഗവാൻ ക്ഷത്രിയ കുടുംബത്തിലെ ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ ബ്രാഹ്മണൻ ക്ഷത്രിയനെ പൂജിക്കുക എന്ന് പറയുന്നത് സാധാരണ ഉള്ള കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? കാരണം പരമദിവ്യോത്തമ പുരുഷനാണ് ഇദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വ്യാസദേവന് അറിയാത്ത കാര്യമാണോ ഇദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന്? അല്ല അല്ലേ, അറിയാം. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു, ആരാധന ചെയ്തു. അവസാനം ശിലപ്രഭാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ചെല്ലാവരെയും ആദരിച്ചു, എല്ലാവരോടും ബഹുമാനം കാണിച്ചു, എല്ലാവരുടെ മുമ്പിൽ നമസ്കരിച്ചു. ആ എല്ലാവിധ ഇദ്ദേഹത്തിന് എല്ലാ എറ്റിക്കേറ്റ്സും എല്ലാ ഉപചാരങ്ങളും ഫോളോ ചെയ്യുമായിരുന്നു. ഒന്നും ഭഗവാൻ കൃഷ്ണൻ മാറ്റിവെച്ചിട്ടില്ല. വർണ്ണാശ്രമധർമ്മത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു. പരമദിവ്യോത്തമ പുരുഷനാണ്, ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കില്ലായിരുന്നു അല്ലേ. എല്ലാവർക്കും ഒരു ഉദാഹരണമാവാൻ വേണ്ടി അദ്ദേഹം എല്ലാവിധ ഡ്യൂട്ടീസും എല്ലാ ഉത്തരവാദിത്തങ്ങളും
എല്ലാ തരത്തിലുള്ള വർണ്ണാശ്രമധർമ്മത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരുന്നു. അതാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും ഒരു ഉദാഹരണമായി. ഓക്കെ, അതാണ് പറയുന്നത് 7ാമത്തെ ശ്ലോകത്തിൽ. 8ാമത്തെ ശ്ലോകം നോക്കാം. ഗന്ധും കൃതാമധിർ ബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ ഉപലേഭേഭി ധാവന്തിം ഉത്തരാം ഭയവിഹ്വലാം. വായിക്കൂ. ഹരേ കൃഷ്ണ. ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ ഉഭലേഭേ അഭിധാവന്തി മുക്തരാം ഭയവിഹ്വലാം. വിവർത്തനം. എ.സി. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഉത്തര ഭയവിഹ്വലയായി തന്റെ നേരെ ത്വരിതഗതിയിൽ വരുന്നത് ഭഗവാൻ കണ്ടു. ഭാവാർത്ഥം. സമഗ്ര പാണ്ഡവകുലവും ഭഗവത് സംരക്ഷണത്തെ പരിപൂർണമായി ആശ്രയിക്കയാൽ ഏതു പരിതസ്ഥിതിയിലും ഭഗവാൻ അവരേവരെയും സംരക്ഷിച്ചു പോന്നു. ഭഗവാൻ ഏവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ഭഗവാനെ സർവഥാ അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം സവിശേഷ പരിഗണനയോടെ സംരക്ഷിക്കുന്നു. പിതാവ് തന്നെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഇളയപുത്രനിൽ വിശേഷമായി ശ്രദ്ധ ചെലുത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി രഥത്തിൽ കയറിയിരിക്കുന്നു. പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം. ആ സമയത്താണ് എന്താ സംഭവിക്കുന്നത്? ഉത്തരാദേവി കരഞ്ഞുകൊണ്ട് അവിടെ ഓടി വരുവാണ്. കരഞ്ഞുകൊണ്ട് പേടിച്ച് ഓടി വരുന്നു. അപ്പോൾ ഭാവാർത്ഥത്തിൽ ശിലപ്രഭുപാദി പറയുന്നു, പാണ്ഡവര് ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു, ഭഗവാന്റെ ബന്ധുക്കളായിരുന്നു അല്ലേ? നമ്മൾ ആ ഒരു റിലേഷൻ നോക്കുമ്പോൾ ഭഗവാന്റെ ബന്ധുക്കളാണ് പാണ്ഡവർ. അപ്പോൾ എല്ലാവരുടെയും സംരക്ഷണം ഭഗവാൻ ഉറപ്പുവരുത്തിയിരുന്നു. എല്ലാവരെയും അദ്ദേഹം സംരക്ഷിച്ചിരുന്നു. എന്നിട്ട് ശിലപ്രഭുപാദി പറയുന്നു, ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നു, പക്ഷേ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരെ വളരെ സ്പെഷ്യലായിട്ട് ഭഗവാൻ നോക്കും. എല്ലാവരെയും അദ്ദേഹം സംരക്ഷിക്കുന്നു, പക്ഷേ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ഭഗവാനും പൂർണ്ണമായിട്ട് ആ വ്യക്തിയുടെ കാര്യം നോക്കിക്കൊള്ളും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ നേരത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ആ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു കെയറും സ്പെഷ്യലായിട്ടുള്ള സംരക്ഷണവും ഭഗവാൻ നമുക്ക് തരുന്നു. പൂർണ്ണമായിട്ടും നമ്മൾ അദ്ദേഹത്തെ ആശ്രയിക്കുകയാണെങ്കിൽ, നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് നല്ലൊരു ഉദാഹരണം പറയുന്നു. അച്ഛൻ മക്കളോട്, അച്ഛൻ ചെറിയ മകനോട് ചിലപ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടാവും. കാരണം എന്താണ്? ചെറിയ മകൻ, ആ മകൻ പൂർണ്ണമായിട്ടും അച്ഛനെ ആശ്രയിക്കുന്നു. അപ്പോൾ അച്ഛനെ ആശ്രയിക്കുമ്പോൾ അച്ഛൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നു. അതേപോലെ കൂടുതൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ ഭഗവാന്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെയുണ്ട് എല്ലാ സമയത്തും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ സംരക്ഷണത്തിലായിരിക്കും നമ്മളെപ്പോഴും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ആശ്രയിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ഓക്കെ, ശ്ലോകം 9. ഹരേ കൃഷ്ണ. ക്ലാസ് എടുക്കാൻ നേരത്ത് എല്ലാ ദിവസവും ഇപ്പോൾ ചുമയാണ്. ക്ലാസ് എടുക്കാൻ ഇരിക്കുമ്പോൾ ചുമ, അല്ലാത്ത സമയത്ത് ചുമയില്ല. കൃഷ്ണ, എന്തോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക്. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട് നിൽക്കുന്നില്ല. ക്ലാസ് ഇല്ലാത്ത സമയത്ത് വലിയ കുഴപ്പമില്ല, സംസാരിക്കുമ്പോഴാണെന്നോ ചുമ വരുന്നു. ഉത്തരവാച്ച, വളരെ മനോഹരമായ ശ്ലോകമാണത്, എല്ലാവരും പഠിക്കേണ്ട ശ്ലോകം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ
നാന്യം ത്വത്തഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ. നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ. നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. എൻ്റെ അടുത്ത് ഭാവാർത്ഥമില്ല, അറിയാം. കുഴപ്പമില്ല, നല്ല താങ്ക് യു മാതാജി. വേറെ ആരെങ്കിലും ഭാവാർത്ഥം അതേപോലെ വിവർത്തനം വായിക്കൂ. വിവർത്തനം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് ജയ്. ഉത്തര പറഞ്ഞു: അല്ലയോ ദേവാദിദേവ, പ്രപഞ്ചനാഥ, പരമോന്നത യോഗിയായ അങ്ങ് ദയവായി എന്നെ രക്ഷിച്ചാലും. ഈ ദ്വൈത ലോകത്തിലെ മൃത്യുവിന്റെ കരാളഹസ്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനായി അങ്ങല്ലാതെ മറ്റാരുമില്ല. ഭാവാർത്ഥം: നിരപേക്ഷധാമത്തിന്റെ ഏകത്വത്തിൽ നിന്നും വിരുദ്ധമായ ഈ ഭൗതിക ലോകം ദ്വൈതമാകുന്നു. ദ്വൈത ലോകത്തിൽ ദ്രവ്യവും ആത്മാവുമുണ്ട്. അതേസമയം ആ നിരപേക്ഷധാമത്തിൽ ഭൗതിക ഗുണങ്ങളുടെ ഛായാരഹിതമായ സമ്പൂർണ്ണ ആത്മാവ് മാത്രം നിലകൊള്ളുന്നു. ദ്വൈത ലോകത്തിൽ ഓരോരുത്തരും ലോകത്തിന്റെ അധിപനാകാനായി വഞ്ചകമായി പരിശ്രമിക്കുന്നു. അതേസമയം നിരപേക്ഷധാമത്തിൽ ഭഗവാൻ പരമപ്രഭുവാകുന്നു. മറ്റുള്ളവരെല്ലാം ഭഗവാന്റെ നിത്യസേവകരാകുന്നു. ദ്വൈത ലോകത്തിൽ ഒരാൾ മറ്റെല്ലാവരോടും അസൂയാലുവാകുന്നു. ദ്രവ്യത്തിന്റെയും ആത്മാവിന്റെയും ദ്വൈത അസ്തിത്വം നിമിത്തം മൃത്യു അനിവാര്യമാകുന്നു. സമർപ്പിത ആത്മാവിന് നിർഭയത്തുള്ള ഏക ആശ്രയസ്ഥാനം ഭഗവാനാകുന്നു. ഭഗവത് പാദാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാതെ ആർക്കും ഭൗതിക ലോകത്തിൽ മൃത്യുവിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇവിടെ ഉത്തരാദേവി ഓടി വരുവാണ്. ഓടി വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് പറയുന്നു. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. എന്താണ് പറയുന്നത്? പാഹി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്നാണ് വിളിക്കുന്നത്. മഹായോഗി, ഓ മഹായോഗിയായിട്ടുള്ള അങ്ങ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. ദേവദേവ, എല്ലാ ദേവന്മാരുടെയും ദേവനായിട്ടുള്ള അങ്ങ്, എല്ലാ ദേവന്മാരും അങ്ങേ ആരാധിക്കുന്നു. ഓ ഭഗവാനെ. ജഗത്പദേ, ജഗത്പദേ എന്ന് പറയും ജഗത്തിൻ്റെ പത്തി, അല്ലെങ്കിൽ ഈ ജഗത്ത് മുഴുവനും ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാനായിട്ട് ഉത്തരാദേവി ശരിക്കും ഭഗവാൻ എന്നുള്ള ഭാവത്തിലാണ് വിളിക്കുന്നത്. ജഗത്പദേ, ദേവദേവ, മഹായോഗി, പാഹി പാഹി, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. വീണ്ടും വീണ്ടും പറയുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങല്ലാതെ ഈ ഒരു അവസരത്തിൽ എന്നെ രക്ഷിക്കാൻ വേറെ ആരുമില്ല, അങ്ങല്ലാതെ വേറെ ആരുമില്ല എന്നെ രക്ഷിക്കാൻ. അപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഉത്തരാദേവി. അപകടം വന്ന സമയത്ത് ഉത്തരാദേവി വേറെ എവിടെയും ഓടിയില്ല, നേരെ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. ഇതേപോലെ തന്നെ നമുക്ക് കാണാം, ദ്രൗപദി ദേവിക്ക് ആ കുരുസഭയിൽ കാര്യം നടന്ന സമയത്തും ആരും ഉണ്ടായിരുന്നില്ല രക്ഷിക്കാൻ. അവസാനം ഭഗവാനെ തന്നെ വിളിച്ചു അല്ലേ. അതേപോലെ ഉത്തരാദേവി നേരെ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ് രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട്. പാഹി പാഹി മഹായോഗി ദേവദേവ ജഗത്പദേ. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭുജി പറയുന്നു, ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരും സ്വന്തം എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം, അതായത് സ്വാർത്ഥതയോട് കൂടിയിട്ട് എല്ലാവരും ജീവിക്കുന്നു.
അതായത് സേവനാ മനോഭാവം എല്ലാവർക്കും രാജാവണം, അല്ലെങ്കിൽ എല്ലാവർക്കും വലിയ ആളാവണം എന്നുള്ളൊരു ഭാവം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സേവനം ചെയ്യാന്നുള്ള ആ ഭാവമൊന്നും ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയാണ്. പക്ഷേ എന്തിനാണ് അസൂയ? സ്ഥാനമാനങ്ങൾക്കായിരിക്കാം, പ്രശസ്തിക്കായിരിക്കാം, പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ അസൂയ കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങളോ ധനം ജനം ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. മരണം വന്നു കഴിഞ്ഞാൽ ഒന്നിനെയും തടയാൻ സാധിക്കില്ല. എത്ര ധനികനായിട്ടുള്ള വ്യക്തിയും മരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലൊന്നുമല്ല കാര്യമിരിക്കുന്നത്. ഒരു ദിവസം എന്തായാലും ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളവർ ഇവിടെ പറയുന്നു, ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഈ ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽ നിന്ന്, ക്രൂരമായിട്ടുള്ള പിടിയാണ് ഈ മരണത്തിൻ്റെ പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുന്നവർക്ക് രക്ഷ നേടാം, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടും. അല്ലാത്തവർ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകം താണ്ടി ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൃഷ്ണലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം. വേറെ വഴിയില്ല. അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല, വേറെ ഒന്നിനും രക്ഷിക്കാൻ സാധിക്കില്ല. രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയുന്നത്, ഇതൊക്കെ ചെറിയ അപകടങ്ങൾ. ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. അതിൽ നിന്നാണ് രക്ഷ നേടേണ്ടത്. മറ്റുള്ള അപകടങ്ങൾക്ക് ചെറിയ അപകടങ്ങളാണ്. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷിക്കണം. ജന്മമരണ വ്യാധി എന്ന് പറയുന്ന ഈ ചക്രത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷ വേണം. രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. വേറെ ഒന്നിനും, ഒരു സാധനത്തിനോ ഒരു സാഹചര്യത്തിനോ ഒരു വ്യക്തിക്കോ സാധിക്കില്ല ഭഗവാൻ അല്ലാതെ. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലതവണ കേൾക്കുന്നുണ്ടാവും, എന്നും കേൾക്കുന്നുണ്ടാവും, റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ എത്രമാത്രം ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, എത്രമാത്രം ആത്മാർത്ഥത നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഭക്തിയിൽ. വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ട് കാര്യമില്ല, നമുക്ക് മാറ്റങ്ങൾ വേണം. അതുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദ് ജി പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു. ശ്ലോകങ്ങൾ തന്നെ റിപ്പീറ്റേഷൻ കാണാം. എന്തിനാണ് അങ്ങനെ ഭഗവാനും ഭഗവാന്റെ ശുദ്ധഭക്തരും ഒക്കെ തന്നിട്ടുള്ളതാണ് ഇതെല്ലാം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരേ തീം. ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്, ഇതന്നെയാണ് നമ്മൾ കാണുന്നുള്ളൂ. ഭാഗവതം തുറന്നാലും ഭഗവത്ഗീത തുറന്നാലും ചൈതന്യ ചരിതാമൃതമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? പക്ഷേ ഇതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടതും, വേറെ ഒന്നുമല്ല. അത്രമാത്രം നമ്മൾ അകന്നുപോയി ഇതിൽ നിന്ന്, അത്രമാത്രം നമ്മൾ വേർവിട്ട് പോയി. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും ഓർമ്മിപ്പിച്ചിട്ടും, ഇത്രയ്ക്കധികം നമ്മുടെ തലയിൽ ഇതൊക്കെ അടിച്ച് അമർത്താൻ നോക്കിയിട്ടും നമ്മുടെ തലയിൽ കയറുന്നില്ല. ഇപ്പോഴും നമുക്ക് പല സാധനങ്ങളോടും ഭൗതികമായിട്ടുള്ള പലതിനോടും നമുക്ക് അറ്റാച്ച്മെൻ്റാണ്. ശരിയല്ലേ? പൂർണ്ണമായിട്ടും ഇവിടെ ഉത്തരാദേവി ശരണം പ്രാപിച്ച പോലെ, ദ്രൗപദി ദേവി ശരണം പ്രാപിച്ച പോലെ, ഗജേന്ദ്രൻ ശരണം പ്രാപിച്ച പോലെ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? ആ നിസ്സഹായാവസ്ഥയിൽ, അതായത് നിസ്വാർത്ഥമായിട്ട് വേറെ ഒരു ശരണവും വേണ്ട എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ടും ഭഗവാനെ അങ്ങനെ അവർ വിളിച്ച പോലെ വിളിക്കാൻ ആർക്കൊക്കെ സാധിക്കും? ഇവിടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ധൈര്യത്തോടു കൂടിയിട്ട് എനിക്ക് അത് പറ്റുമെന്ന്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം.
പിന്നെ ക്ലാസ്സിലിരിക്കേണ്ട ആവശ്യമില്ല. അത് സാധിക്കാത്ത എന്നെ പോലുള്ളവരാണ്. നമുക്കാണ് ഈ സത്സംഗമൊക്കെ ആവശ്യം. ദ്രൗപദി ദേവി വിളിച്ച പോലെ, ഉത്തരാദേവി വിളിച്ച പോലെ ആത്മാർത്ഥമായിട്ട് വേറൊരു ശരണവും വേണ്ട, ഭഗവാൻ മാത്രം പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിസ്സഹായാവസ്ഥയിൽ അവർ ഭഗവാനെ വിളിച്ചു. ഭഗവാൻ അവിടെ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തി രക്ഷിക്കാനായി. അപ്പോൾ അങ്ങനെ വിളിക്കാൻ നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ അത്രയ്ക്കും ആയിട്ടില്ല. അതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്തരുടെ ജീവിതം നമ്മൾ കണ്ട് അവർ ഈ ലീലകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയെങ്കിലും കുറച്ച് ആത്മാർത്ഥത നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നത് ഒരേ കാര്യം. എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഗുരുജനങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ പലപ്പോഴും ബോറായിട്ട് തോന്നാം. ഒരേ കാര്യം തന്നെയല്ലേ സംസാരിക്കുന്നത്. ഈ ക്ലാസ് കേൾക്കുമ്പോഴും അടുത്ത ക്ലാസ് കേൾക്കുമ്പോഴും ഏത് ക്ലാസ് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പറയാൻ. പുതിയ കഥകളൊന്നും കേൾക്കാനില്ല, എല്ലാം അറിയണ കഥകളാണ്. ഇത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഉത്തരാദേവിയുടെ പരിഷത്ത് മഹാരാജനെ രക്ഷിക്കുന്നതും, പ്രഹ്ലാദും ഹിരണ്യകശിപുവിൻ്റെ ലീല, ധ്രുവ മഹാരാജാവിൻ്റെ ലീല ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വെറൈറ്റീസ് ഒന്നുമില്ല. വെറൈറ്റികൾ മാത്രം മതി നമുക്കൊക്കെ. ഭഗവാനെ വേണ്ട. അങ്ങനെ ചെവിയിൽ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന കഥകൾ കേൾക്കണം എന്നേ ആഗ്രഹമുള്ളൂ. ആ കഥയിൽ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് എത്രമാത്രം കൊണ്ടുവരുന്നു, അതിൽ ഇൻട്രസ്റ്റ് കുറവാണ്. കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അത് ഒരു തരത്തിലും നല്ലതാണ്, മോശമാണെന്നല്ല പറയുന്നത്. ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത്. പക്ഷേ അത് കേട്ടുകൊണ്ട് മാത്രം ആവുന്നില്ല. നമുക്ക് ചേഞ്ചസ് ഇല്ലെങ്കിൽ പിന്നെന്താണ് കാര്യം? അതുകൊണ്ട് നമ്മളായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രയത്നം ആവശ്യമാണിതിൽ. ഈ കൃഷ്ണാവബോധം, ഭക്തി എന്ന് പറയുന്നത് വെറും തമാശയല്ല, വെറും തമാശക്കളിയല്ല. ഇത് ശരിക്കും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ തമാശ മാറ്റി വയ്ക്കേണ്ടി വരും. നമ്മൾ സീരിയസ് ആവണം. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. ഇനിയും വേണോ? ഇനിയും ഒരു ചാൻസ് എടുക്കണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് സത്സംഗങ്ങൾ അത്യാവശ്യമാണ്. വീണ്ടും വീണ്ടും കേട്ട് വീണ്ടും വീണ്ടും കേൾക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുറച്ചെങ്കിൽ കുറച്ച് ചെറിയൊരു വ്യത്യാസം നമ്മൾ ഓരോ ദിവസവും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാന് ശരണം പ്രാപിക്കാതെ വേറെ വഴിയില്ല. ശരണം പ്രാപിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും വേണ്ട, ആവശ്യമില്ല. വേറെ ഒന്നും ആവശ്യമില്ല. വേറെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതൊക്കെ വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി നമ്മൾ പോകണം മുന്നോട്ട്. ഓക്കെ, അടുത്ത ശ്ലോകം. അഭിദ്രവതി മാം ഈശാ ശരസ്തപ്ത്യായശോ വിഭോ. അഭിദ്രവതി മാം ഈശാ ശരസ്തപ്തായശോ വിഭോ കാമം ദഹതു മാം നാഥ മാ മേ ഗർഭോ നിപത്യതാം. അഭിദ്രവതി മാം ഈശാ ശരസ്തപ്തായശോ വിഭോ കാമം ദഹതു മാം നാഥ മാ മേ ഗർഭോ നിപാത്യതാം. ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. അഭിദ്രവതി മാമീശ ശരപ്താപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. വിവർത്തനം ഭാവാർത്ഥം.
ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കീ ജയ്. അല്ലയോ ഭഗവാനെ, അങ്ങ് സർവശക്തനാണ്. ഒരു ദിവ്യാസ്ത്രം അതിവേഗത്തിൽ എന്നെ സമീപിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ അത് എന്നെ മാത്രം ദഹിപ്പിച്ചു കൊള്ളട്ടെ. എന്നാൽ എന്റെ ഭ്രൂണത്തെ ദഹിപ്പിച്ച് ഗർഭഛിദ്രമുണ്ടാകാൻ അനുവദിക്കരുത്. എന്റെ ഭഗവാനെ, ദയവായി എന്നോട് കാരുണ്യം കാട്ടണമേ. ഭാവാർത്ഥം: ഉത്തരയുടെ പതിയായ അഭിമന്യുവിന്റെ മൃത്യുവിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. ഉത്തരയുടെ ഗർഭത്തിൽ മഹാഭഗവത് ഭക്തനായ പരീക്ഷിത്ത് മഹാരാജാവ് ഭ്രൂണരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാൽ അദ്ദേഹത്തിന്റെ സംരക്ഷണവും ഉത്തരയുടെ ഉത്തരവാദിത്വമാകുന്നു. ആകയാൽ വിധവയായ ഉത്തര തന്റെ പതിയുടെ പാത പിന്തുടർന്നില്ല. തന്റെ ശിശുവിന് പൂർണ്ണ സംരക്ഷണം നൽകുക എന്നത് ഒരു മാതാവിന്റെ മഹത്തായ ഉത്തരവാദിത്വമാകുന്നു. ഇക്കാര്യം നിർവ്യാജം ഭഗവത് സമക്ഷം അവതരിപ്പിക്കുന്നതിൽ ഉത്തര ലജ്ജ കാട്ടിയില്ല. ഉത്തര മഹാനായ രാജാവിന്റെ പുത്രിയും ഒന്നാന്തരം വീരയോദ്ധാവിന്റെ പത്നിയും ഉത്തമ ഭക്തന്റെ ശിഷ്യയും ശ്രേഷ്ഠനായ ഒരു രാജാവിന്റെ മാതാവുമായിരുന്നു. സർവപ്രകാരത്തിലും ഭാഗ്യവതിയായിരുന്നു ഉത്തര. ഹരീഷ്ണ പ്രഭുജി, പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ, പ്രണാമം. താങ്ക് യു. ഇവിടെ പറയുന്നു, ഉത്തരാദേവി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ബ്രഹ്മാസ്ത്രം വരുന്നു. ബ്രഹ്മാസ്ത്രം എന്നെ വേണമെങ്കിൽ നശിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ രക്ഷിക്കണം. അതായിരുന്നു പ്രാർത്ഥന. അതായിരുന്നു പ്രാർത്ഥന. ആ ബ്രഹ്മാസ്ത്രം വേണമെങ്കിൽ എന്നെ നശിപ്പിച്ചോട്ടെ, പക്ഷേ കുഞ്ഞിനെ നശിപ്പിക്കരുത്. എന്നോട് കാരുണ്യം കാണിക്കൂ, എന്നോട് കരുണ കാണിക്കൂ, രക്ഷിക്കൂ എന്ന് പറയുന്നു ഉത്തരാദേവിയുടെ. ശ്രീല പ്രഭുജി പറയുന്നു, ഭാവാർത്ഥത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ശുദ്ധഭക്തനാണ് അവിടെ ഉള്ളത്, കുഞ്ഞായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമാണ്. പരീക്ഷിത്ത് മഹാരാജാവ് സാധാരണ ഒരു വ്യക്തിയല്ല. അഭിമന്യു അത്രയും നല്ലൊരു അച്ഛൻ, അഭിമന്യു പോലെ നല്ലൊരു അച്ഛൻ ഉണ്ടായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിന്. പക്ഷെ അഭിമന്യു മരിക്കുന്നു, യുദ്ധത്തിൽ മരിക്കുന്നു. ഇപ്പോൾ വേറെ ഇനി ആരുമില്ല. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ നേരെ ഉത്തരാദേവി ഓടുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. ഭഗവാന്റെ അടുത്ത് പോയി ശരണം പ്രാപിക്കുകയാണ്. ഭഗവാന്റെ അടുത്ത് രക്ഷിക്കാൻ പറയുന്നു. അപ്പോൾ അതാണ്. ഇപ്പോൾ എല്ലാ തരത്തിലും നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭഗവാനെ ശരണം പ്രാപിക്കാതെ വേറെ രക്ഷയില്ല. എല്ലാവരും അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നു, ഭക്തരെല്ലാവരും. ഭക്തരല്ലാത്തവർ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആശ്രയിക്കുക എല്ലാ കാര്യങ്ങളിലും. അത്രയും മാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതം അദ്ദേഹം നോക്കിക്കൊള്ളും. പിന്നെ നമ്മൾ കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആ കടിഞ്ഞാണ് അദ്ദേഹം എടുക്കും കയ്യിൽ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോടു കൂടി നടക്കും നമ്മൾ. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല, അല്ലേ? ഭഗവാനെ ആശ്രയിക്കുക. ഇതാണ് നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഭഗവാന്റെ ഭക്തർ ആശ്രയിക്കുന്നു. നമ്മൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കാണുന്നത്. യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഉത്തരദേവിയെക്കുറിച്ച് പറയുന്നു. എല്ലാവരും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്, ഭഗവാന്റെ സംരക്ഷണത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ അത് ഭഗവാന്റെ അടുത്ത് പറയുന്നു, അപ്പോൾ ഭഗവാൻ അതനുസരിച്ചിട്ട് അവരെ സംരക്ഷിക്കുന്നു. അപ്പോൾ അതും നമുക്കൊരു പാഠമാണ്. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എക്സ്പ്രസീവായിട്ട് പോകുന്നത് ഭഗവാന് ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ചില ആളുകൾ പറയും, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചില ആളുകൾ പറയും, അമ്പലത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിൽ ഭഗവാനുണ്ടല്ലോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ മടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അമ്പലത്തിൽ പോകാനുള്ള മടി, പിന്നെ അമ്പലത്തിലുള്ള ആ മൂർത്തി ശരിക്കും ഭഗവാനാണെന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് അങ്ങനെ പറയുന്നത്.
നേരിട്ട് ഭഗവാൻ അവിടെ നിൽക്കുവാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ? പലപ്പോഴും പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ കാണുവാനും ഭഗവാനെ കുറിച്ച് കേൾക്കുവാനും ഭഗവാന്റെ നാമം ജപിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. ഒരവസരം പോലും പാഴാക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ 11ാമത്തെ ശ്ലോകം മുതൽ പ്രഭു എടുക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ग्रंथराज श्रीमद् भागवतम की जाए. जगद्गुरु श्रील प्रभुपाद की जाए. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः. हरे कृष्ण. प्रणव. कृष्ण.